അപ്പം അവയുടെ വർക്കിൽ അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ സജസ്റ്റ് ചെയ്തത്. ഐ നോ, അതുകൊണ്ട് മാത്രമാണല്ലോ നമ്മൾ ഇന്ന് ഇവിടെ ഈ മീറ്റിംഗ് കൂടിയത് തന്നെ. ഞാൻ സാധാരണ നമ്മുടെ 1-2 സ്ഥിരം ഏജൻസികൾക്കാണ് ഈ വർക്ക് കൊടുക്കാറ്. ഇത്തവണയും ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. എന്ന് കരുതി നിങ്ങൾക്ക് ചാൻസ് കിട്ടില്ല എന്നല്ല. നല്ല കൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഞാനൊരു ഷോറിയിൽ അയച്ചിരുന്നില്ലേ, അതിലെ മിക്ക വർക്ക്സിൻ്റെയും ആക്ച്വലി കോൺസെപ്റ്റ് എൻ്റെ ആയിരുന്നു. വർക്കെല്ലാം നന്നായിട്ടുണ്ട്, നിങ്ങൾ നന്നായി ചെയ്യുമെന്ന വിശ്വാസവും എനിക്കുണ്ട്. പക്ഷെ ഇത്തവണ ഞങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലെത്തിക്കാൻ വെറും ഒരു ആഡ് മാത്രം പോരാ, കുറച്ചുകൂടെ ക്യാപ്ചി ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ കൂടെ വേണം. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവിനാശിനും കൂടെ അവസരമുള്ളത്. ഓക്കെ, ഏജൻസിക്കും അവിനാശിനും നന്നായി ആഡ് മേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല ക്യാപ്ഷൻ ആര് തരുന്നോ അവർക്ക് ഞാൻ ഈ വർക്ക് കൊടുക്കും. ഓക്കെ, ഗോട്ട് ഇറ്റ്. നല്ല കോമ്പറ്റീഷനുള്ള പ്രൊഡക്റ്റാണല്ലോ നമ്മുടേത്. സോ എന്തായാലും ക്യാച്ച് ആയിട്ടുള്ളൊരു ക്യാപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഒരു സജഷനായിട്ട് ഞാൻ ചോദിക്കുവാണ്, ലൈക്ക് സാറിൻ്റെ മൈൻഡിൽ എന്തെങ്കിലും ലൈക്ക് എങ്ങനെ വേണമെന്നുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ ഇംഗ്ലീഷ് ക്യാപ്ഷൻ വേണ്ട, ഓക്കെ, താൻ ഈ നാടൻ മതി. നമ്മുടെ സാധാരണ സംസാര ഭാഷയുള്ള പോലെ എന്തെങ്കിലും. ഓക്കെ, ഈ നമ്മൾ എവിടെയോ കേട്ട് മറന്നു പോയ പോലെ തോന്നിക്കുന്ന. എക്സാക്ട്ലി. ഓക്കെ, അങ്ങനെയുള്ള എന്തെങ്കിലും. അതിലൊന്നുകൂടെ അല്പമൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചാൽ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. അല്ല, അവിനാശ് വിചാരിച്ചാൽ നടക്കുകയും ചെയ്യും. കാരണം ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് വീഡിയോ തന്നെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് പുള്ളി മേക്ക് ചെയ്ത്. അല്ല, ചേട്ടൻ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഞാനത് കണ്ടിരുന്നു. ഇറ്റ് വാസ് നൈസ് ആൻഡ് സിമ്പിൾ. പിന്നെ അത് യൂട്യൂബിൽ തന്നെ ഏറ്റവും വൈറലായിട്ടുള്ള സേവ് ദ ഡേറ്റ് വീഡിയോ ആണ്. എനിവേസ്, ഐ ട്രൈ മൈ ബെസ്റ്റ്. എന്തായാലും ഒരു ക്യാച്ച് ആയിട്ടുള്ള ക്യാപ്ഷൻ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് സാധിച്ചാൽ അവിനാശ് ചെയ്യും ഹണി കോക്കോ നാച്ചുറൽ ഹെയർ ഓയിലിന്റെ അടുത്ത ആഡ്. അതെന്റെ വാക്കാണ്. താങ്ക് യു. ആ അർദ്ധരാത്രിയിൽ, അതും തുള്ളിക്കൊരുകുടം പെയ്യുന്ന കൊടും മഴയിൽ, കാടിനുള്ളിൽ ഒറ്റപ്പെട്ട് കണ്ട ആ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലേക്ക് റാം ഓടിക്കയറുന്നു. മുന്നിലായി കണ്ട ഇളകിയ വാതിൽ തുറന്ന അവിടേക്ക് പ്രവേശിക്കുന്ന റാം. അയ്യോ, പ്രവേശിക്കുന്ന റാമല്ല, പ്രവേശിക്കുന്ന ധൈര്യശാലിയായ റാം. ഞാനൊന്നും പ്രവേശിക്കുന്നവരെ ആലോചിക്കാനറിയായി. പെട്ടെന്ന് അതുവഴി പോയ മിന്നലിൻ്റെ വെളിച്ചത്തിൽ അയാൾ തിരിച്ചറിയുന്നു, താനല്ലാതെ മറ്റാരോ കൂടി ആ വീട്ടിലുണ്ടെന്ന്. എന്തൊരു വല്ലാത്ത അവസ്ഥയാണിത് ഭഗവാൻ. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ കൊടുക്കരുത്. എന്തുവാടേ നീ വല്ലാതെ പേടിച്ചു അല്ലേ? പേടിച്ച് നിന്നെ കൊണ്ട് പറ്റുന്ന പണി എടുത്താൽ പോരെ? ആ, എന്നെ കൊണ്ട് പറ്റുന്ന പണി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ കുറച്ച് അധികം പറ്റുന്നു. എടാ, ഒരു കഥ എഴുതി തുടങ്ങുമ്പോൾ കഥ ഏതാണ് ജീവിതം ഏതാണ് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണം. അതിനിടെ കൃത്യമായിട്ട് വന്നിട്ട് എൻ്റെ കോൺസെൻട്രേഷൻ കളഞ്ഞു. ആര്? ഞാനോ? നീയല്ല, ചില ശക്തികൾ. അതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലൊന്നും മൊഴിയാവോ? റാമിൻ്റെ കൂടെയുള്ള മറ്റവൻ എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? ആരേ റാം? ആ, അതാണ്. അതുപോട്ടെ, നീ എങ്ങോട്ടാണ് ഈ അണിഞ്ഞൊരുങ്ങി? അല്ല, കുറച്ച് വൃത്തിയായിട്ടുണ്ടല്ലോ. ഒരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗാ? എന്ത് കാര്യത്തിന്? ഒരു ഇൻവെസ്റ്റർ കിട്ടിയിട്ടുണ്ട്, ആളെ ഒന്ന് കാണണം. എടാ, അപ്പം എന്നെ ഇവിടെ ഒറ്റക്കാക്കിട്ട് പോകാനാ? എടാ, ഞാനും കൂടെ വരാടാ. എന്തിന്? നിനക്കൊരു കൂട്ടിന്? വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോകണം. ആളെ എനിക്കൊന്ന് ഒറ്റയ്ക്ക് കാണണം. എടാ, ഞാൻ നിന്റെ ഇൻവെസ്റ്റർ കാണാനല്ല വരുന്നത്. ഞാൻ അവിടെ മാറിയിരുന്ന് എൻ്റെ ഈ കഥ ചിന്തിച്ചോളാം. അല്ല, നിനക്കാണല്ലോ ഞങ്ങളിവിടെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുമ്പോൾ നിന്റെ ഏകാന്തം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അടിയുണ്ടാക്കാറ്. ഇപ്പം എന്താ നിന്റെ ഏകാന്ത കാശിക്ക് പോയാ? കേൾക്കൂ, എൻ്റെ സ്ഥാനത്ത് നീയാണെന്ന് കരുതുക. നീ ഇങ്ങനെ ഒറ്റയ്ക്കൊരിടത്തിരുന്ന് എഴുതുകയാണ്. അതും ടൈപ്പ് റൈറ്റർ പോലും പേടിച്ചു പോകുന്ന പോലത്തെ ഹൊറർ. അപ്പം നിനക്ക് നിന്റെ കുറേ പുറകിലായിട്ട് ആരോ ഉള്ളതായിട്ടൊരു തോന്നലാണ്. പക്ഷെ നീ ശ്രദ്ധിക്കുന്നില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിന്റെ കഴുത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ശ്വാസോച്ഛ്വാസം. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തോ? പട്ടി, സോറി. വരുന്നു. ആ, ഹെയർ ഓയിൽ അല്ലേ പ്രോഡക്റ്റ്? ശരി, നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, ബൈ. ആരെ മീനു? അവിയടി. അവിയ? ആ, നീ ഏതോ പ്രോഡക്റ്റിന്റെ കാര്യമൊക്കെ സംസാരിക്കണപ്പോ ഞാൻ വിചാരിച്ച ഏതോ ക്ലൈന്റ് ആണ്. അവനൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്, ഒരു നല്ലൊരു ഹെയർ ഓയിലിന്റെ. അതിന് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് ഞാൻ സാധനം ഇന്ന ഹെയർ
ഹെയർ ഓയിൽ അല്ലേ? സിമ്പിൾ. നമുക്കൊരു 3 ആളെണ്ണം കൊടുക്കാം. നീ വിചാരിക്കണ പോലില്ല, നല്ലൊരു ക്യാച്ചി ക്യാപ്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഇന്നാവില്ല. അതിന് ക്യാച്ച് ആണോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ ആ പറ്റും. അതും ശരിയാ. പക്ഷെ ഏറ്റവും നല്ല ക്യാച്ചി ആയിട്ടുള്ള ഒരെണ്ണം അവന് നമുക്ക് കൊടുക്കണം. നിനക്ക് തോന്നണ നല്ല അടിപൊളി ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ പറ. നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് കൊടുക്കാം. അവന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോട്ടെ. ഒരു കാര്യം ചെയ്യും, 2 എണ്ണം ഞാനിപ്പോ പറയാം, നോട്ട് ചെയ്തോട്ടാ. പറ. ഞാൻ ബുക്ക് എടുത്തു. തലമുറയുടെ തല കീഴടക്കിയ ഹെയർ ഓയിൽ. എന്ത് ചൊക്ലി ലൈനടി. രസില്ല? ഇല്ല, രസില്ല. അടുത്ത പിടിച്ചോ. തല കുളിർപ്പിക്കും എണ്ണ, തലാഗ്രഹിച്ച എണ്ണ. എന്തോ നാടി ഇത്? ചുമ്മാ തമാശകളെന്ന് നീ ശരിക്കായിരുന്നു പറഞ്ഞേ. ഞാൻ തമാശ വരെയല്ല, സീരിയസ് ആയിട്ട് പറയാ. എന്നാ പിന്നെ നീ മിണ്ടാണ്ടിരിക്കുക നല്ലത്. അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ. അല്ലെങ്കിൽ എന്റെ ബുദ്ധി ഇവിടെ ആർക്കും ആവശ്യമില്ല. ഞങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് 2 എണ്ണം പറയട്ടെ. കണ്ണിലൊഴിച്ച് കാത്തിരിക്കാൻ പറ്റിയ എണ്ണ. അടുത്തത് സ്വർഗം കാണിക്കും സ്വർഗീയ എണ്ണ. അതെങ്ങനെയുണ്ട്? എൻ്റെ മനോജ് ചേട്ടാ, അവർ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ കോമഡി പറഞ്ഞത്. ഞാനൊരെണ്ണം പറയട്ടെ. നീ പറയട്ടെ. ഈ എരുതിയിൽ ഒഴിച്ചാലും കുളിരേക്കും എണ്ണ എങ്ങനെയുണ്ട്? അത് കൊള്ളാം. ജില്ലു അടുത്ത് പോരട്ടെ. അടുത്ത് പറയട്ടെ. കൊപ്പറയുടെ കുളിർണിയേക്കും മാസ്മരിക എണ്ണ, മീനൂസ് അൽ വെളിച്ചെണ്ണ. നിർത്തറ. അയ്യോ, കൊറേ നേരം ഈ 2 എണ്ണം കൂടി. ഇനി എന്തെങ്കിലും ഒന്ന് മിനിറ്റ് 2 അടിച്ച് നിരപ്പാക്കി ഞാൻ എണ്ണ തുണി കൊണ്ടിക്കെടുത്തു. ചുമ്മാരിക്കടി. നീ ഇടിക്കാനാണ് ഓഫീസിൽ വരുന്നത്. നീ ഒന്നും മിണ്ടാണ്ടിരുന്ന മീനു. ഇവനൊന്നും വേറെ ജോലിയൊന്നും ഇല്ല. സോറി മീനു, നമ്മളെന്തെങ്കിലും തമാശ പറഞ്ഞെന്ന് പറഞ്ഞ് മനോജനോട് നമുക്ക് ക്ഷമിച്ചൂടെ? മനോജേട്ടാ, ഞാൻ നിർത്തിട്ടോ. എന്നെ തല്ലിപ്പറഞ്ഞ് ഇവർക്ക് വേണ്ടി അവസാനം ഞാൻ മാത്രം കാണൂ. കാണും, എനിക്കറിയാം. എടാ, എൻ്റെ ഐഡിയാസ് ഒക്കെ അടിച്ചു മാറ്റി എംഡി കൊണ്ട് കൊടുക്കില്ല എൻ്റെ പരിപാടി. കാണിച്ചു തരാം കേട്ടോ. കോട്ടയം മീനും കോട്ടയം ലച്ചു. അടുത്ത ക്യാപ്ഷൻ പിടിച്ചോ. അല്ല, ഞാൻ ഇതുവരെ പറഞ്ഞൊക്കെ എങ്ങനെയുണ്ട്? ജിൻഡോ പറഞ്ഞതായിരുന്നു ഇതിലും ഭേദം. ദ്രോഹി. പറ. അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും കിട്ടിയാലോ. പറ. എണ്ണിയാൽ തീരാത്ത ഗുണങ്ങളുള്ള ഒരേ ഒരു എണ്ണ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. മീനു. സോ ഇറ്റ്സ് ജിം കോം. വീട്ടു സാധനങ്ങൾ കൊണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ജിം. ഇറ്റ്സ് റിയലി നൈസ്. ആം ഇവിടുത്തെ പ്രീതിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ സത്യത്തിൽ താൻ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. താങ്ക് യു സാർ. ഇതിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. സത്യത്തിൽ സാറിനെ പോലെ സെൻസിബിൾ ആയിട്ട് ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പ്ലീസ് ടു ഹിയർ ദാറ്റ്. നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഐഡിയാസ് ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഐഡിയാസ് ഉള്ളതുകൊണ്ട് കാര്യമില്ലല്ലോ സാർ. നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റർ കിട്ടിയാലേ കാര്യം നടക്കുള്ളൂ. ഓക്കെ. അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് സാം? ഡീറ്റെയിൽസ് എല്ലാം ഫയലിലുണ്ട്. എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഏകദേശം ഒരു 2 crore എസ്റ്റിമേറ്റ് ആണ്. 2 crore. പക്ഷേ എനിക്ക് പ്രോജക്റ്റിനെ കുറിച്ചൊന്ന് പഠിക്കണം സാർ. ഓക്കെ. എൻ്റെ സമയം താനിങ്ങനെ ആൾക്കാരെ കണ്ണുടച്ച് വിശ്വസിക്കില്ലേ? ഞാൻ ഈ ഐഡിയ ആയിട്ട് കടന്നു കളഞ്ഞ താൻ എന്ത് ചെയ്യും? സാർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഷുവർ. ഓക്കെ, ദെൻ ഐ വിൽ ഡു വൺ തിങ്. തൻ്റെ ശരിക്കും പേരെന്താ? സാംസൺ ജോർജ്. സാംസൺ ജോർജ്. ഓക്കെ, സാംസൺ ജോർജ്. അഡ്വാൻസ് കുറഞ്ഞു പോയില്ലല്ലോ അല്ലേ? ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. എൻ്റെ സാമേ, തനിക്ക് ഈ ഐഡിയയുടെ പൊട്ടൻഷ്യൽ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. യു ഡിസേർവ് ഇറ്റ്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കം ഓൺ മാൻ. അപ്പോൾ സാം, നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഞാൻ ഈ ഫയൽ പഠിച്ചു കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് എൻ്റെ ടീമുമായിട്ട് നമുക്കിരിക്കാം. സാമിൻ്റെ ഈ ഡ്രീം പ്രോജക്റ്റ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ? ഓക്കെ സാർ. താങ്ക് യു സോ മച്ച്. കുറച്ച് താങ്ക്സ് താൻ ആ ചേച്ചിക്ക് കൂടെ കൊടുത്തേക്ക്. അല്ല, ആളോട് പോയി പുറത്ത് പോയി എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും വിളിച്ച് പറഞ്ഞിട്ട് പോകും. ഓക്കെ, നോ പ്രോബ്ലം. പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ഓക്കെ. അപ്പോൾ സാം, സീ യു സൂൺ. താങ്ക് യു. ഓക്കെ.